പരമപുരുഷ പരം ജ്യോതി സ്വരൂപ വിദുരവന്ദ്യ വിമല ചരിത വിദംഗാതി. മറക്കുവതെങ്ങനെ നാം ഈ പൂങ്കുയിലിനെ? പാട്ടിനെ പ്രണയിക്കുന്ന ഒരാൾക്കും മറക്കാനാവില്ല അമ്പിളി എന്ന ഈ പാട്ടുകാരിയെ. 3000-ത്തിലധികം പാട്ടുകൾ അമ്പിളിയുടേതായിട്ടുണ്ട്. അവയിലേറെയും ഹിറ്റുകളുമായിരുന്നു. പാട്ടിനൊപ്പമുണ്ടായിരുന്നിട്ടും സിനിമയുടെ ലോകത്ത് നിന്ന് വളരെ അകലെയാണ് ഇപ്പോഴമ്പിളി. വളരെ ചെറിയ വയസ്സിൽ എന്നുവെച്ചാൽ എൻ്റെ അമ്മ ആണ് അതിന് കാരണം. അമ്മ ഒരു മ്യൂസിഷ്യനായിരുന്നു, പ്രൊഫഷണലി അല്ല, വളരെ പ്രൊഫഷണലി വരണം എന്നാഗ്രഹിച്ചൊരു ആളാണ് എൻ്റെ അമ്മ. പക്ഷേ അത് അമ്മയ്ക്ക് സാധിക്കാത്തതുകൊണ്ട് അത് എന്നിൽ കൂടെ ആഗ്രഹം തീർക്കണം എന്ന് പറഞ്ഞാണ് ഒരു 2-3 വയസ്സ് മുതൽ ഞാൻ പാടുമായിരുന്നു. പാടി കോമ്പറ്റീഷനിൽ ഞാൻ പ്രൈസ് അപ്പോഴാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഒരു നന്നായിട്ട് പാടാനൊക്കും എന്നുള്ളൊരു തോന്നൽ അമ്മയ്ക്ക് തോന്നിയത്. അങ്ങനെയാണ് അന്ന് മുതൽ ഈ അവിടുത്തെ വിമൻസ് ക്ലബ് അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഫങ്ഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോണ്ട് പോയി പാടിക്കും. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അച്ഛനായിരുന്നു മലബാർ ഗോപാലപിള്ള സാർ, MG ശ്രീകുമാറിൻ്റെ അച്ഛൻ. അപ്പോൾ അങ്ങനെ പഠിച്ചു അപ്പോൾ എനിക്കും ക്ലാസിക്കൽ ബേസ് വേണം എന്ന് അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഒരു 7-8 വയസ്സായപ്പോഴത്തേക്ക് രത്നാകരൻ ഭാഗവതർ എന്ന് പറഞ്ഞ അദ്ദേഹം റേഡിയോ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമായിരുന്നു. സാറ് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അമ്മയുടെ പേര് സുകുമാരി അമ്മ എന്ന്, അച്ഛൻ്റെ പേര് RC തമ്പി. രണ്ടുപേർക്കും ഞാൻ പാട്ട് പാടുന്നതിൽ ആദ്യം എൻ്റെ അച്ഛന് അത്ര താല്പര്യമില്ലായിരുന്നു. എന്നാലും പിന്നെ അമ്മയുടെ ഇഷ്ടത്തിന് വഴങ്ങി പാടാനുള്ളൊരാഗ്രഹം അവർ വളരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഗായികയുടെ പ്രശസ്തിയായിരുന്നു അമ്പിളിക്ക്. ഒട്ടനവധി വേദികൾ, കൊച്ചു ഗായികയുടെ പാട്ടുകൾ കേട്ട് കൈയടിക്കാൻ വലിയ ആൾക്കൂട്ടങ്ങൾ. അക്കാലത്ത് സ്കൂൾ, കോളേജ്, യുവജനോത്സവ വേദികളിലെ സ്ഥിരം സാന്നിധ്യം മാത്രമായിരുന്നില്ല, 1ാം സ്ഥാനക്കാരിയുമായിരുന്നു അമ്പിളി. ഞാൻ ഒരുപാട് കോളേജ് യൂത്ത് ഫെസ്റ്റിവൽ അതിനൊക്കെ പങ്കെടുക്കുമായിരുന്നു. അപ്പം എൻ്റെ സ്കൂളിലെ പേര് പത്മജ തമ്പി എന്നായിരുന്നു. അങ്ങനെ യൂത്ത് ഫെസ്റ്റിവലിന് പഠിക്കാൻ വളരെ കുറച്ച് മോശമായിരുന്നു. കാര്യം ഈ പാട്ടിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട്. അപ്പം അവിടെ ഇങ്ങനെ ഈ സ്കൂളിൽ റിഹേഴ്സലൊക്കെ വരും. അപ്പോൾ ഏതെങ്കിലും മെയിൻ പീരീഡ് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയോ ഇങ്ങനെ ആരെങ്കിലും വരും വിളിക്കാനായിട്ട് റിഹേഴ്സലിനെന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ റിഹേഴ്സലിന് പോവും, യൂത്ത് ഫെസ്റ്റിവലിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, ഫസ്റ്റ് പ്രൈസ് കിട്ടും. അപ്പോൾ അങ്ങനെ മിക്കവാറും വരുന്നത് നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനായിരിക്കും, എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ, അല്ലെങ്കിൽ തൃശ്ശൂർ P രാധാകൃഷ്ണൻ സാറ്, ഇങ്ങനെയുള്ള കുറേ പേര്. അപ്പം ഏത് ഫംഗ്ഷനും മിക്കവാറും അവരായിരിക്കും ജഡ്ജ്. അപ്പം ആ രാധാകൃഷ്ണൻ ചേട്ടൻ വരുമ്പോൾ പറയും എൻ്റെ അടുത്ത്, ഞാൻ എഴുതി വെച്ചിട്ട് അങ്ങ് പോവാം, വെറുതെ എന്തിന് എന്നെ മെനക്കെടുത്തുന്നതെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കും. അങ്ങനെ എവിടെ പോയാലും ഒരു ഫസ്റ്റ് പ്രൈസ് കിട്ടുക, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ല കാര്യങ്ങൾ നടന്നു. അപ്പം അങ്ങനെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം, കൂടുതൽ പഠിപ്പിക്കണം, എന്നെ മദ്രാസിലേക്ക് വരണം, നല്ലൊരു പാട്ടുകാരിയാക്കണം എന്നൊക്കെ അമ്മയ്ക്ക് തോന്നി. അപ്പോൾ എൻ്റെ ചേട്ടന്മാരൊക്കെ അവിടെ MG കോളേജിലും മാരുവാനസിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അച്ഛൻ എഡ്യൂക്കേഷൻ ലൈനിലായിരുന്നു. അച്ഛൻ ഈ RC കോളേജ് എന്ന് പറഞ്ഞൊരു പ്രൈവറ്റ് കോളേജ്, പിന്നെ കേംബ്രിഡ്ജ് കോളേജ്, അതിലൊക്കെ അച്ഛൻ പ്രിൻസിപ്പലായിരുന്നു.
അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കേംബ്രിഡ്ജ് സീനിയർ കേരളത്തിൽ കൊണ്ടുവന്നത് അച്ഛൻ്റെ കോളേജിൽ നിന്നാണ്. അപ്പോൾ അങ്ങനെ അച്ഛൻ ആ ലൈനിലായിരുന്നു. അപ്പോൾ എന്തായാലും ചെന്നൈയിൽ വന്ന് എൻ്റെ പാട്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ചേട്ടന്മാരെയൊക്കെ ഇങ്ങോട്ട് ഞങ്ങൾ ഫുൾ എല്ലാം അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അച്ഛൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് വേണ്ടിയാണ് മെയിനായിട്ട്. അങ്ങനെ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ അമ്മയുടെ ആഗ്രഹം ദക്ഷിണാമൂർത്തി സ്വാമിയെ കൊണ്ട് എന്നെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അമ്മയുടെ വലിയ ആഗ്രഹം. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, അച്ഛനും അമ്മയും പോയി സ്വാമിയെ കണ്ടു. സ്വാമി പഠിക്കാമെന്ന് സമ്മതിച്ചു. അടുത്ത് ശ്രീ ഗുരുവായൂരപ്പൻ, അതും ദക്ഷിണാമൂർത്തി സ്വാമിയായിരുന്നു മ്യൂസിക്. അപ്പം കുട്ടികളുടെ പാട്ടെന്ന് വന്നപ്പോൾ ബേബി സുമതി, ഗുരുവായൂരപ്പന് ഈ പോറ്റിയുടെ മകൻ ചോറ് കൊടുക്കുന്ന ഒരു സീനാണ്. അപ്പം കഴിക്കാതെ ഇരിക്കുമ്പോൾ പാടിയിട്ട് അവസാനം കരഞ്ഞ് പാടുന്നു, അതാണ് സീന്. അപ്പം ആ പാട്ട് ഗുരുവായൂരപ്പൻ്റെ തിരുവാമൃതയത്തിന് ഉരുളി നിറച്ചും പാൽ ചോറ് വെച്ചു, അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട് നല്ല മനോഹരമായിട്ട് ഉള്ള പാട്ടാണ്. പക്ഷേ പാട്ടിനെയൊക്കെ കാട്ടിയും അതിൻ്റെ പിക്ചറൈസേഷൻ വളരെ ഗംഭീരമായിരുന്നു. അമ്പിളി എന്ന് പറഞ്ഞ ഒരു പേര് ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് ഊഞ്ഞാല വീണ്ടും പ്രഭാതം. അപ്പം ആ പടത്തിൽ ഈ ഊഞ്ഞാല എന്നുള്ള പാട്ട് തന്നെ ഒരു തീം സോങ് ആയിരുന്നു. ഊഞ്ഞാല എന്നുള്ള പാട്ട് 3 പേര് പാടിയിട്ടുണ്ട്. ദാസേട്ടനും സുശീലാമ്മയും ഡ്യുവറ്റ് പാടി, പിന്നെ ദാസേട്ടൻ സോളോ പാടി, ഞാൻ സോളോ പാടി. അപ്പം ഞാൻ പാടിയത് ശോഭയ്ക്ക് വേണ്ടിയാണ്, ഉർവശി ശോഭ. അപ്പോൾ ഈ പാട്ട് എന്താണ് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടായിരിക്കും, കുട്ടിയുടെ പാട്ട് ഭയങ്കര സൂപ്പർ ഹിറ്റ് സോങ് ആയിരുന്നു. അത് ഒരു പ്രാവശ്യം അപ്പോൾ അത് എൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിലൊന്നും അന്ന് എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് അല്ല, ഒരു എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ എൻ്റെ അമ്മയ്ക്കാണ്. അപ്പം എന്നെ പാടാൻ പറയണു, ഞാൻ പാടണു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പാട്ട് പാടിക്കഴിഞ്ഞ് ഒരു അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നു കാലിക്കറ്റ് അവാർഡ് നൈറ്റിന് പോയപ്പോൾ എല്ലാ ആർട്ടിസ്റ്റും ഉണ്ട്. ഷീല ചേച്ചി, ശാരദാമ്മ, പിന്നെ എല്ലാ അന്നൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും വരും സ്റ്റാർ നൈറ്റിനൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒരേ ട്രെയിനിലാണ് പോയത്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ കുറേ ആൾക്കാർ വരുമല്ലോ, അവർ വന്നിട്ട് അമ്പിളി, ഊഞ്ഞാല അമ്പിളി എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അപ്പോൾ എന്തോ ഒരു ശരി, എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനൊരു സിംഗറുണ്ട്, അങ്ങനെ അതൊരു നല്ല ഫീലിംഗ് ആയിരുന്നു മനസ്സിന്. അപ്പോൾ അന്ന് ഈ ചോറ്റാനിക്കര അമ്മയിലൊരു പാട്ട്, പുള്ളി പശുവിൻ്റെ കുഞ്ഞ്, അത് നല്ല ഹിറ്റായിരുന്നു.